കുറുപ്പദ്ദേഹം പണം തന്നുകൊണ്ടാണ് അന്ന് ഇവളുടെ വിവാഹം നടന്നത്. അതിനെന്താ, കടം തീർക്കാതെ നമ്മൾ ഈ വീടും പൊളിച്ചോണ്ട് പോകത്തില്ലെന്ന് പറയണം. ഈ ന്യായം നീ എന്റെ തന്നയോട് പറഞ്ഞാൽ മതി. മുതലാളിയുടെ മുമ്പിൽ അച്ഛന്റെ നാവ് ഉയരില്ലമ്മേ. എടാ, അന്ന് ഞാൻ പേടിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ കിടപ്പാടുണ്ടായത്. ജോലി ചെയ്തിട്ടാണെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തർക്കുത്തരം പറയാനല്ലേ നീ പഠിച്ചിട്ടുള്ളൂ. ചേട്ടൻ പറയുന്നത് ശരിയല്ലേ അച്ഛാ? നീയും അവന്റെ കൂടെ കൂടിക്കോ. എടാ, നീ മനസ്സ് വെച്ചാ ആ പണം കൊടുക്കാതെ കഴിക്കാം. ഞാൻ എന്തോ വേണം? ആ യൂണിയൻ ഓഫീസ് ഇട്ടിരിക്കുന്ന സ്ഥലം കുറുപ്പദ്ദേഹം പണ്ടേ മോഹിച്ചതാ. അങ്ങനെ വരട്ടെ. അപ്പോ സ്ഥലത്തിനോടുള്ള മോഹമല്ല, അവിടെ 4 ചെറുപ്പക്കാർ കൂടുന്നത് അച്ഛന്റെ മോറാണിക്കും മോനും തലവേദനയാണ്. നിനക്ക് യൂണിയനാണോ കുടുംബമാണോ വലുത്? എനിക്ക് രണ്ടും വലുതാ. എടാ, മുതലാളിമാരെ താങ്ങി നിന്നാലേ നമുക്ക് ജീവിക്കാനോ. അയ്യോടാ, എന്തൊരു അഭിമാനത്തോടാണ് സംസാരിക്കുന്നത്. അച്ഛാ, ഈ മുതലാളികൾക്ക് മുട്ടുകുത്തിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ താന്തോന്നരം പറയുന്ന ആരും കേൾക്കരുത്. അച്ഛൻ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്ത് കടം കിട്ടും. അത് തന്നെയാ ഞാനും ഏറ്റിട്ട് വന്നിരിക്കുന്നത്. നാളെ മുതൽ നീയും കൂടെ ജോലിക്ക് വരണം. എവിടെ? എവിടെ? എന്റെ തന്തയുടെ വീട്ടിലേക്ക്. എവിടെയാണെന്ന്? എടാ, കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിലേക്കെന്ന്. തോട്ടിപ്പണിക്ക് പോയാലും അയാളുടെ ജോലി എനിക്ക് വേണ്ട. നിന്നെ കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. ഓഹോ, അപ്പോ മുതലാളിയുടെ പീരി സമ്പാദിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ അടിമക്കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? അവൻ ഇഷ്ടമില്ലാതെ നിങ്ങൾ എന്തിനാ വാക്ക് കൊടുത്തത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് നീ ആരായിരിക്കും? ചേട്ടൻ പോകണ്ട. നീ പോയാണ്. എടാ, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരണമെന്ന് അച്ഛൻ നിർബന്ധമാണ്. നിർബന്ധം. ശരി, ഞാൻ വളർത്തിയവനല്ലേ, ഞാൻ പറയുന്നത് കേൾക്കുവോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അവന്മാരുടെ മുമ്പിൽ എന്നെ പട്ടിയാക്കുന്നതിനേക്കാൾ അച്ഛനെ കഴുത്ത് വെട്ടി വെട്ടുവച്ച. മോനെ സുരേന്ദ്രൻ, എന്തിനാണ് ഈ അച്ഛനോട് പിടിവാശി? അച്ഛ, മനുഷ്യന് അഭിമാനമാണ് ഏറ്റവും വലുത്. ഈ കിടപ്പാളത്തിന്റെ കടം വീട്ടാൻ നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു പോകുന്നത്. നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടാ, എന്താ ശാന്തേ? ശാന്തേ, എനിക്ക് വേണ്ടിയല്ലേ കടം വാങ്ങിച്ചത്. ഈ ആഭരണങ്ങളെല്ലാം വിറ്റ് കടം വീട്ടണം ചേട്ടാ. വേണ്ട ശാന്തേ, ഒരിക്കൽ നിനക്ക് വാങ്ങിത്തന്ന ആഭരണങ്ങൾ മുഴുവൻ നിന്റെ ഭർത്താവ് വിറ്റ് നശിപ്പിച്ചതുകൊണ്ടാണ് ഇത് നിനക്ക് വാങ്ങിത്തന്നത്. ഇനി ഇതും കൂടി വിറ്റാൽ സാരമില്ല ചേട്ടാ. വേണ്ട ശാന്തേ, ഞാൻ പൊയ്ക്കൊള്ളാം. നിനക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പൊയ്ക്കൊള്ളാം. ഈ വീട്ടിൽ എങ്ങനെയൊക്കെയാ പെരുമാറേണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണോ നിന്റെ മോനെ വിളിച്ചോണ്ട് വന്നത്? ആ, ഇവൻ ജോലിയൊക്കെ നേരെ ചെയ്യൂടാ? ചെയ്യുമേ. സുരേന്ദ്ര, എന്താടാ ഇടാന്നോ? പിന്നെ നീ എന്നെ എന്തോന്നാ വിളിച്ചത്? അച്ഛൻ ചുമ്മാ ഇരിക്കച്ച, എനിക്ക് പേരുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ അത് വിളിച്ചാൽ മതി. എടാ പോകുന്ന ഇവനൊരു അഹങ്കാരിയാണല്ലോടാ. എടാ മോനെ, നിന്നെ എടാന്ന് വിളിച്ചാലും നീ കുഞ്ഞെന്നെ വിളിച്ചാവും. എന്തോ നിന്റെ കുഞ്ഞ്? പിന്നെ മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ജോലിക്ക് വന്നെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. ഇങ്ങോട്ട് പെരുമാറുന്നവർ അങ്ങോട്ടും പെരുമാറും. എന്തൊന്നിനെ തിരുവനന്തപുരം വിളിക്കണോടാ? വേണ്ട, എന്റെ പേര് വിളിച്ചാൽ എനിക്ക് മനസ്സിലാകാ. ഇതിനെ വിളിച്ചോടെ തെങ്ങിനെ തട പഠിപ്പിക്കേ. ഇത് ഞാൻ ചെയ്ത വഞ്ച. മോനെ, ഇന്ന് വരെ നീ ഇത് വല്ലതും ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. സാരമില്ല അച്ഛ, നമ്മൾ വാങ്ങിച്ച കടം നമ്മൾ തന്നെ തീർത്തല്ലേ പറ്റൂ. ജോലി ചെയ്ത് ഞാൻ തീർത്തോളാം. നിന്റെ അമ്മ ഇതെങ്ങാനും കണ്ടാൽ? അതൊന്നും സാരമില്ല, അച്ഛൻ പൊയ്ക്കോളൂ.
മുഖത്തുമൊക്കെ കിടക്കണം. ഞാറാ കിടക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? ഞാറിൽ ചവിട്ടരുത്. നീ എന്നോടാ കൽപ്പിക്കാൻ? ഞാൻ ആരോ ആയിക്കോട്ടെ, ഞാറിൽ ചവിട്ടരുതെന്നാ പറഞ്ഞത്. എന്റെ അച്ഛന്റെ ഞാരാ ചവിട്ടിയ നീ എന്ത് ചെയ്യും? ഇക്കണക്കിനാണെങ്കിൽ തന്തൊരു തലയ്ക്കും ചവിട്ടുമെന്ന് തോന്നുന്നല്ലോ. എന്ത് പറഞ്ഞാ? ചാടാതെ അടങ്ങി നില്ലടി പെണ്ണെ. ഞാൻ ഇതൊക്കെ ചവിട്ടി നശിപ്പിക്കൂടാ. നീ എന്നെ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കാലില് മുള്ളു കൊണ്ടോ? ആ മുള്ളുകൊണ്ടെങ്കിൽ കണക്കായി പോയി കൊണ്ടുവച്ച് അനത്ത്. അയ്യോ, അമ്മേ, നമ്മുടെ രാധകുഞ്ഞില്ലേ പോകുന്നത്? കുഞ്ഞേ, കുഞ്ഞേ. അയ്യോ, കുഞ്ഞെന്താ ഞൊണ്ടുന്നത്? അതേ, എന്റെ കാലിലൊരു മുള്ളു കുത്തി. ഞാൻ എടുത്തു തരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തു. അയ്യോ, കാല് മുഴുവൻ ചെളിയായല്ലോ. വന്നാട്ടെ, കഴുകി കളഞ്ഞിട്ട് പോകാം. വേണ്ട വേണ്ട. ഏതായാലും ഈ വീട്ടുമുറ്റം വരെ വന്നതല്ലേ, ഒന്ന് കേറിയിട്ട് പോകാം. വന്നാട്ട് കുഞ്ഞേ. ഇങ്ങോട്ട് നിന്നാട്ടെ, ഞാനിവിടെ നിന്നോളാം. അമ്മേ, രാധകുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? നല്ല മോരിരിപ്പുണ്ട്, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ഞങ്ങൾ പാവങ്ങളാ. രാധകുഞ്ഞിന്റെ യോഗ്യതയനുസരിച്ച് സൽക്കരിക്കാനുള്ള വകയൊന്നും ഇവിടെ ഇല്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലും അങ്ങനെയാണോ? എന്താ അമ്മ ഇത്? സാരമില്ല മോളെ, മുടി കിടന്നാ സ്നേഹം കൂടുമെന്നാ പറയുന്നത്. വാങ്ങിച്ചു കുടിക്കും മോളെ. അമ്പലത്തിന് കൊണ്ടുവന്ന പ്രസാദം എടുത്തോണ്ട് ശരി. നല്ല മോരാ മോളെ. അടുപ്പിൽ എന്തോ കരിയുന്ന മണം വരുന്നല്ലോ. അടുപ്പിലൊന്നും ഇല്ലല്ലോ. ഉണ്ട് ഉണ്ട്, കരിയുന്നു. ഒന്ന് പോയി നോക്കൂ. അയ്യപ്പൻ കോവിലെ പ്രസാദമാ. അടുപ്പിലൊന്നും കരിയുന്നില്ലേ മോളെ? മൂക്ക് തോന്നിയതാ. മോരെങ്ങനെ ഇരുന്നോ എന്തോ? വളരെ നന്നായിരുന്നു. ഞാൻ മുഴുവൻ കുടിച്ചല്ലോ. അതെയോ? ഇതാ ഞാൻ വരട്ടെ. മഹാലക്ഷ്മി പോലല്ലയോ വന്ന് കയറിയത്? വലിയ വീട്ടിലെ പെണ്ണാണെന്ന ഭാവമേ ഇല്ല. നേരാ, ആ മോര് മുഴുവനും അങ്ങ് കുടിച്ചു. അയ്യോ, ഇതെന്താ മോനെ? മോരഭിഷേകം. അമ്പലങ്ങളിൽ പാലഭിഷേകത്തെ പറ്റി അമ്മ കേട്ടിട്ടില്ലേ? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്തിനാ അവളെ പിടിച്ച് വീട്ടിൽ കയറ്റിയത്? ഞാൻ അറിഞ്ഞ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അയ്യോ, ചേട്ടന് ഉച്ചയ്ക്ക് ഊണിനുള്ള മോരായിരുന്നത്. ഇനി ആ ചോറ് കൊണ്ടു തലയിൽ കൂടെ തട്ടി വെച്ചാൽ മതി. കോഴി എവിടുന്ന്? എടാ നാരായണ, കാശ് വാങ്ങിച്ചിട്ട് കുമ്മായം കൊടുത്താൽ മതി. കാശ് തരാതെ ഞാൻ കൊണ്ടുപോവില്ല മോനെ. അല്ല, ഞാൻ കുമ്മായം മേടിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. പിന്നെ ഞാൻ ചത്തോന്നറിയാൻ വന്നതായിരിക്കും. അടുത്ത ആഴ്ച ഓണമല്ലേ, അതിന് നീ വീട്ടിൽ വന്നിട്ട് വേണം ഉണ്ണാൻ. നിങ്ങൾക്ക് നാണമില്ലേ എന്നെ ഉണ്ണാൻ വിളിക്കാൻ? ഞാൻ എന്തിനാടാ നാണിക്കുന്നത്? നീ എന്റെ മകളുടെ ഭർത്താവല്ലേ. സുരേന്ദ്രനും നീയും എനിക്ക് ഒരുപോലെയാ. അയ്യ, എന്തൊരു സ്നേഹം. ദേ, എന്റെ വായിലിരിക്കുന്ന കേൾക്കാതെ പോവാ നല്ലത്. ഉണ്ണാൻ വിളിക്കാൻ വന്നിരിക്കുന്നു. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്റെ ആഗ്രഹം കൊണ്ട് വിളിച്ചതാണ്. കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്കുമോ? നിങ്ങളൊന്ന് പോന്നുണ്ടോ ഇവിടുന്ന്? പോകാനാ പറഞ്ഞത്. എന്ത് വന്നാലും ഈ ആണ്ട് നമ്മൾ വെള്ളം ഇറക്കണം. എന്ന് പറഞ്ഞാൽ കുറുപ്പത്തെ പറമ്പിലല്ലേ വെള്ളം കയറ്റി വെച്ചിരിക്കുന്നത്? വെച്ചിരുന്നാൽ എന്താടോ? നമ്മുടെ കാരണവന്മാര് പിരിച്ചുണ്ടാക്കിയ പണം കൊണ്ടാ വെള്ളം വാങ്ങിയത്, അറിയാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. കുറുപ്പ് അദ്ദേഹത്തെ കണ്ട് ഇതേക്കുറിച്ചൊന്ന് ആലോചിക്കാം. ആലോചിക്കാൻ ചെന്നാൽ ഈ ആണ്ട് വെള്ളം ഇറക്കണമെന്ന് പറയും. കഴിഞ്ഞ ആണ്ടിൽ വെള്ളം ഇറക്കാൻ സമ്മതിക്കാഞ്ഞതിന്റെ കാര്യം എന്നാന്നറിയാം? നമ്മൾ സംഘടിച്ചുകൊണ്ട്. ഏതായാലും സുരേന്ദ്രൻ കുഞ്ഞിക്കാര്യത്തിന് കുറുപ്പിനെ താങ്ങാൻ പോണ്ട കാര്യമില്ല. ഉത്രട്ടാതി അന്ന് നമുക്ക് വെള്ളം ഇറക്കണം.
ശരി, നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഇതാണെങ്കിൽ എനിക്ക് യാതൊരു തർക്കമില്ല, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ഉത്തരട്ടാഴ്ച അങ്ങ് വെള്ളം ഇറക്കണ്ടെന്നോ? വെള്ളം ഇറക്കില്ല. ഇത്തവണ അവർ ചോദിക്കാതെ ഇറക്കാനാണ്. എന്നാലും ഒന്ന് കാണുമല്ലോ. നീ ഇതിലൊന്നും ഇടപെടാൻ പോകണ്ട. പിന്നെ ഇത്തവണ വിട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെ പണ്ട് കരക്കാര് പണം പിരിച്ചുണ്ടാക്കി വള്ളമാണ്. അതിന് വെള്ളം നമ്മുടെ വള്ളത്തേക്ക് വെച്ചായിരിക്കുന്നത്. അതിന് അവർ കൂടെ അവകാശപ്പെട്ടതല്ല. അച്ഛൻ്റെ ഈ വിട്ടുവീഴ്ച ഒന്നുകൊണ്ട് മാത്രമാണ് ഏവന്മാര് തോളി കയറി കളിക്കുന്നത്. കുഞ്ഞു പറഞ്ഞ എന്റെ മോനെ അവന്മാരുടെ നേതാവ് താങ്കൾ ചെല്ലവന്റെ കൂടെ. എന്താ പറഞ്ഞു? അവന്റെ കൂടെ ചെല്ലാണ്. അവന്റെ തന്ത പോകും. ഇടോ, നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ലാന്ന് സാധിക്കുന്നത് നല്ലത്. അവര് വള്ളം ഇറക്കുവോ ഇറക്കാതിരിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അല്ലേ നല്ലത്.